അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചീര കുറച്ച് നിൽപ്പുണ്ടായിരുന്നു. ആ ചീര ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തണ്ട് അധികം മുറ്റിയതായതുകൊണ്ട് തണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഇല മാത്രം അതിനകത്തുനിന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഇല 2-3 വെള്ളത്തിൽ ഒലച്ച് കഴുകി നന്നായിട്ട് എടുത്ത് നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് ഇല മാത്രം സെപ്പറേറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് അരിയാനായിട്ട് എടുക്കുകയാണേ. പിന്നെ ഈ ചീരത്തോരനകത്തോട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചീരത്തോരൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഏത് ഇല തോരൻ വെച്ചാലും ചക്കക്കുരു ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളധികവും തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറിയൊക്കെ പയർ, ചീര, വഴുതനങ്ങ ഇതൊക്കെ ഏകദേശം നമ്മൾ തന്നെ വീട്ടിലുണ്ടായി തന്നെ കേട്ടോ. കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ടേ. പിന്നെ 2 ദിവസമായി നമ്മൾ ഉറ ഒഴിച്ച് വെച്ച തൈര് ഒന്ന് മിക്സിയിലിട്ട് നടിച്ച് ബോട്ടിലാക്കി മാറ്റി വെച്ച്. അപ്പം തൈര് വെച്ചിട്ട് നമ്മൾ ഒരു മോര് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മോര് കറിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ടിന് മോര് കറിയും കൂടെ അങ്ങ് ആക്കിയേ. ഈ മോര് കറിക്കകത്ത് തേങ്ങ അരച്ച് ചേർക്കാത്ത മോര് കറി കേട്ടോ. പിന്നെ നമ്മുടെ മോര് കറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ ഈ ചുമന്ന കോര ആയതുകൊണ്ട് ഇത് അകത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ചെതമ്പൽ ഫുള്ള് അവിടെ എല്ലാം തെറിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മീൻ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കറിയും വെച്ചു. ഒരു 2-3 എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുളക് കറിയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ പുതിയൊരു ചട്ടി വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഇട്ടൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വാഴയിലക്കകത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ മീൻ. കാരണം പുതിയ ചട്ടി ആയതുകൊണ്ട് ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് എന്തെങ്കിലും ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് വാഴയിലക്കകത്ത് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വെച്ച് പൊരിച്ചെടുത്തിട്ടൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പം പുതിയ ചട്ടി ആയതുകൊണ്ടായിരിക്കാം, എന്തോ ഒരു വേറെ സ്മെല്ലായിരുന്നു. അപ്പം ഞാൻ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുളകും മല്ലിയും ഞാൻ ചൂടാക്കും കേട്ടോ. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച പുതിയൊരു മൺപാത്രം. പക്ഷേ ഇതിനകത്ത് ആകെ മുട്ട എന്തോ പൊരിച്ചിട്ടുള്ളായിരുന്നു. മുട്ട പൊരിച്ചിട്ടുണ്ട്, ഒരു തവണ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ അങ്ങോട്ട് ടേസ്റ്റ് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ ലാസ്റ്റത്തെ മീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ മീനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ചോറ് കഴിക്കാൻ പോവാണേ.